ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലുവയാണ്. അതിന് ചവ്വരി നമ്മൾ 1 കപ്പ് ചവ്വരി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് എന്തൊക്കെ ചേർക്കാമെന്ന് നോക്കാം. അതിന് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് എണ്ണ, നെയ്യ്, കപ്പലണ്ടി, പിന്നെ ഏലക്ക പൊടിച്ചത്. ഇനി ഇത് ഇതിനകത്തിട്ട് അടിച്ചുകൊണ്ട് വരാം. ഇത് മൈദയും കൂടെ അടിച്ചുകൊണ്ട് വരാം. ഈ ചവ്വരി മൈദയും കൂടെ അടിക്കാം. വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് ഈ പാത്രം നട്ടിട്ട് മാറ്റാം. നമുക്ക് ഈ ശർക്കരയും കൂടി ഇതിനകത്തോട്ട് ഇടാം. ഇളക്കിയിട്ടുണ്ട് ചെറുതായി. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് തീ ചെറുതായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി. നമ്മൾ വെള്ളം വറ്റിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ചൂട് നല്ലപോലെ ആക്കിയിട്ട് നമുക്ക് കുറുകിയെടുക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് സ്വല്പം കൂടെ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ഈ ഏലക്കായും ഇപ്പോൾ പൊടിച്ചതിനകത്തോട്ട് ഇടാം. നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ഇളക്കി കൊടുക്കാം. അലുവ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റണം. അതിന് നമുക്ക് നെയ്യ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ഡിഷിനകത്തോട്ട് നെയ്യ് ഇല്ലല്ല നെയ്യ് ഇനി നമുക്ക് ഇത് ഈ ട്രേക്കകത്തോട്ട് മാറ്റാം. നമ്മൾ അലുവ ഈ ഫ്രൈക്കകത്തോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മുറിക്കാം. എല്ലാം പരട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അലുവ മുറിച്ചെടുക്കാം. അലുവ സെറ്റായിട്ടുണ്ട്. കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട് അലുവ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അലുവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ച് നോക്കാം. ഒരു പീസ് അലുവ എല്ലാം ഉണ്ട്. നെയ്യും എല്ലാം നെയ്യൊക്കെ ഉണ്ട്. നല്ല രുചിയുണ്ട്. നല്ലപോലെ വച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഇത് കാണണം, എല്ലാവരും ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ അലുവ ഉണ്ട്. നാളെ ഞങ്ങൾ വേറൊരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും.